മൂകാംബികയിലെ ദീപസ്തംഭത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. മാനുഷിക ഊർജത്തിൻ്റെ അടിസ്ഥാന രൂപമാണ് ഈ ദീപസ്തംഭം. അതായത് മനുഷ്യൻ്റെ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ് ഈ ദീപസ്തംഭം എന്ന് പറയണത്. ഈ ദീപസ്തംഭം ഇരിക്കുന്നത് കൂർമ്മ പീഠത്തിന് മുകളിലാണ്. അതിന് മുകളിൽ അഷ്ടഗജവും നാഗങ്ങളും, അതിനു മുകളിൽ ഒരു വലിയൊരു ആനയുടെ മേലാണ് മൂലാധാരത്തിൻ്റെ അധിപനായ ഗണപതി. ആ ഗണപതിയാണ് സ്തംഭ ഗണപതി എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളെല്ലാം ഈ സ്തംഭ ഗണപതിയെ വണങ്ങിയിട്ടേ തുടങ്ങാറുള്ളൂ. അതിനു മുകളിലായി സഹസ്രാര പത്മത്തിൻ്റെ പ്രതീകമായ ദീപം 20 വട്ടങ്ങളാണ് അതിനുള്ളത്. മോക്ഷമാർഗത്തിലെ വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗണപതിയെ മൂലാധാരത്തിൻ്റെ അധിപനാക്കിയിരിക്കുന്നത്. ദീപസ്തംഭത്തിൻ്റെ ഏറ്റവും മുകളിൽ സഹസ്രാര പത്മത്തെ അനുസ്മരിപ്പിക്കുന്ന താമര. കുണ്ടലിനി ശക്തി നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് മൂലാധാരത്തിൽ ചുരുളിക്കിടക്കുന്ന ഒരു ഊർജ്ജമാണ്. സാധാരണ അവസ്ഥയിൽ അത് ഉറങ്ങിക്കിടക്കാണ്. യോഗ, ധ്യാനം തുടങ്ങിയ പരിശീലനത്തിലൂടെയാണ് ഈ ഊർജ്ജത്തെ ഉണർത്തുക. ഈ ഊർജം സഹസ്രാര ചക്രത്തിൽ എത്തുമ്പോൾ പൂർണ്ണമായ ആത്മീയ ബോധവും ആനന്ദവും ലഭിക്കും. അതായത് മോക്ഷത്തിലേക്കുള്ള യാത്ര. മാനുഷിക ഊർജത്തിൻ്റെ അടിസ്ഥാന രൂപമാണ് ഈ ദീപസ്തംഭം. അതുകൊണ്ട് തന്നെ നമ്മൾ മൂകാംബികയിലെത്തുമ്പോൾ ഈ ദീപസ്തംഭവും ആ കൊടിമരമൊക്കെ ശ്രദ്ധിച്ച് വണങ്ങേണ്ടതാണ്. അത്രയധികം പ്രത്യേകത അതിനുണ്ട്. അതിന് പിന്നിലെ കൊടിമരത്തിനും വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ കൊടിമരത്തിൽ അനേകം ദേവതമാരുടെ സാന്നിധ്യമാണുള്ളത്. മൂകാംബികയിലെ മൂകാംബിക ദേവി സിംഹാസനസ്ഥയായ രാജരാജേശ്വരിയാണ്. അപ്പോൾ വളരെയധികം പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ട ക്ഷേത്രമാണ്. ആ ദേവീനെ കാണാൻ സാധിക്കുക എന്നുള്ളത് അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ആത്മാർത്ഥമായി ആ രാജരാജേശ്വരീനെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ ഒരു ദിവസം നമ്മളെ വിളിക്കാണ്ടിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മൂകാംബികയിലേക്ക് ഒരു വട്ടമെങ്കിലും എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം പ്രത്യേകതകളുള്ള ഈ മൂകാംബിക ക്ഷേത്രം 108 ശിവാലയത്തിലും 108 ദുർഗാലയത്തിലും പെടുന്ന ക്ഷേത്രമാണ്. 4 അംബികമാരിൽ ഒരംബികയാണ് മൂകാംബിക. അതുപോലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. സിംഹാസനസ്ഥയായ രാജരാജേശ്വരീനെ, അതായത് രാജ്ഞീനെ കാണണമെങ്കിൽ ഇത്തിരി കാലതാമസം, ഇത്തിരി കാത്തിരിക്കേണ്ടതൊക്കെ ആയിട്ടൊക്കെ വന്നു വരും. എന്നാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരവസരം അമ്മ നമുക്ക് തരാണ്ടിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കൊരവസരം ലഭിച്ചത്. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവാതിരിക്കില്ല. എനിക്കും അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ എത്ര പ്രാവശ്യം നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ എത്താൻ പറ്റിയത് എന്നൊക്കെ ഉള്ളത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ പുതിയ ക്ഷേത്രമായിട്ട് എത്താം കേട്ടോ.